أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا الله العظيم. സൂറത്തുൽ ഇസ്രാ 78-ാമത്തെ ആയത്ത്. അഖിമിസ് സലാത്ത, നീ അഥവാ താങ്കൾ നമസ്കാരം നിലനിർത്തുക. ലി ദുലൂക്കി ഷംസി, ദുലൂക്ക് എന്ന് പറഞ്ഞാൽ തെറ്റുക, ചായുക എന്നൊക്കെ. അതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ മേല് തേക്കുക അല്ലെങ്കിൽ സുഗന്ധം പുരട്ടുക, അപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, വൈപ്പർ പോലെ. ഇതിനൊക്കെ ദുലൂക്ക് എന്നാണ് പറയുക. ലി എന്നത് സമയത്തെ കുറിക്കാനുള്ളതാണ്, അഥവാ ദുലൂക്കിൻ്റെ സമയത്ത് എന്നർത്ഥം. ഷംസി, സൂര്യൻ്റെ തെറ്റലിൻ്റെ സമയത്ത്. ഇലാ ഗസഖിൽ ലൈലി, ഗസഖ വമിൻ ശർരി ഗാസിഖിൻ എന്നൊക്കെ പറഞ്ഞത് മൂടി എന്നർത്ഥം. ഇലാ ഗസഖിൽ ലൈലി, രാത്രി മൂടുന്നത് വരെ, അഥവാ രാത്രി നന്നായിട്ട് ഇരുട്ടുന്നത് വരെ. വ ഖുർആനൽ ഫജ്രി, വ ഖുർആനെയും നിലനിർത്തുക എന്നാണ്, അഥവാ ഖുർആൻ പാരായണത്തെ. ഖുർആൻ എന്നുള്ള വാക്കിൻ്റെ ഒരർത്ഥം പാരായണം എന്നാണല്ലോ. ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, നാം പാരായണം ചെയ്താൽ ആ പാരായണത്തെ പിന്തുടരുക എന്ന് പറഞ്ഞു. അതാണ് വ ഖുർആനെയും. അപ്പോൾ അഖിമി ഖുർആന എന്നാണ് വ ഖുർആന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അൽ ഫജ്രി, ഫജ്റിലെ ഖുർആൻ പാരായണത്തെയും നിലനിർത്തുക. ഇന്ന ഖുർആനൽ ഫജ്രി, നിശ്ചയം ഫജ്റിലെ പാരായണം. കാന മഷ്ഹൂദ, മഷ്ഹൂദ് അഥവാ സാക്ഷി നിൽക്കപ്പെടുന്നത്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കാരം നിലനിർത്താൻ ആവശ്യപ്പെടുകയാണ്. സൂറത്തുൽ ഇസ്രാവും മിഅ്റാജും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണല്ലോ. ഇസ്രായിലാണ് 5 നേരത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത്. ആദ്യം 50 വഖ്തായിരുന്നു, പിന്നീട് അത് 5 ചുരുക്കി എന്നൊക്കെ ഉണ്ടല്ലോ ഹദീസിൽ. 5 ചുരുക്കിയാലും 50ൻ്റെ ഫضല് അതിലുണ്ടാകുമെന്ന് പറഞ്ഞു. അതുണ്ട്. 17 റക്അത്താണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. 17 റക്അത്തിലായിട്ട് 17 റുക്കൂഉം 34 സുജൂദും ഉൾപ്പെടെ 51 തവണ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കണം നിർബന്ധമായും 5 വക്തിലായിട്ട് 17 റക്അത്തിൽ. അതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമസ്കാരം ഏത് സമയത്തൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കാട്ടിക്കൊടുത്തതാണ് ഇപ്പോഴുള്ള 5 നേരത്തെ നമസ്കാരത്തിൻ്റെ സമയം. ധാരാളം സഹിഹായ ഹദീസുകളിൽ 5 നേരത്തെ നമസ്കാരത്തിൻ്റെ വിവരണം വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലുണ്ട്. അതുപോലെ സൂറത്ത് ഹൂദിൽ 114-ാമത്തെ ആയത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. വഖിമിസ് സ്വലാത്ത തർഫൈൻ നഹാരി വസുലഫം മിനൽ ലൈലി. ഈ ആയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ സമയം കാട്ടിക്കൊടുത്തിട്ടുള്ളത്. ആ സമയം കാട്ടിക്കൊടുക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പറഞ്ഞത് പ്രകാരം അള്ളാഹു അയച്ച മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ തവണ വന്നപ്പോൾ നമസ്കാരത്തിൻ്റെ തുടക്ക സമയവും, രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഓരോ നമസ്കാരവും അവസാനിപ്പിക്കുന്ന സമയവും കാട്ടിക്കൊടുത്തു. ഇവിടെ ഇത് പറയുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണല്ലോ. അഥവാ താങ്കളെ അവർ പുറത്താക്കാനായിരിക്കുന്നു, പുറത്താക്കിയാൽ വല്ലാതെയൊന്നും അവർ നിലനിൽക്കുകയില്ല.
എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയാണ്. താങ്കൾ എന്ത് ചെയ്യുക? താങ്കൾ ഇപ്പം ചെയ്യേണ്ട പണി എന്താണ്? നമസ്കാരം നിലനിർത്തലാണ് എന്ന അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അള്ളാഹുവിനോട് അടുക്കുക, പിന്നീട് പോകാനുള്ള ഒരുക്കവും അതിനെ സംബന്ധിച്ച് ആ സാഹചര്യത്തിൽ നടത്തേണ്ട പ്രാർത്ഥനകളും ഒക്കെയാണ് തുടർന്ന് വരുന്നത്. അതിൻ്റെ ഒരു തുടക്ക വർത്തമാനമാണിത്. അഖിമിസ്സലാത്ത ലിദുലൂക്കി ഷംസി, സൂര്യൻ്റെ തെറ്റലിൻ്റെ സമയത്ത് നമസ്കാരം നിലനിർത്തുക, ഇലാ ഖസഖിൽ ലൈലി, രാത്രി മൂടുന്നത് വരെ. അപ്പോൾ ളുഹ്ർ, അതുപോലെ തന്നെ സൂര്യൻ വീണ്ടും ഒന്ന് തെറ്റുമ്പോൾ അസർ, സൂര്യൻ അസ്തമിക്കുമ്പോൾ മഗ്രിബ്, സൂര്യൻ്റെ ശോഭ ആകാശത്ത് നിന്ന് മായുമ്പോൾ ഇശാ. ഖുർആനൽ ഫജ്രി എന്ന് പറഞ്ഞത് സുബഹി നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നാണ് പണ്ഡിതന്മാർ പൊതുവിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, മിക്കവാറും എല്ലാവരും. അപ്പോൾ ഖുർആനൽ ഫജ്രി എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ബഅല് പറഞ്ഞ് കുല്ല് ഉദ്ദേശിക്കുക എന്നത് സാഹിത്യത്തിലെ ഒരു ശൈലിയാണ്. ഒരു കാര്യമായിരിക്കും പറയുന്നത്. ഇപ്പം നമ്മൾ കല്യാണത്തിന് പുതിയാപ്ല വന്നു എന്ന് പറഞ്ഞാൽ പുതിയാപ്ല മാത്രം വന്നു എന്നല്ല, പകരം പുതിയാപ്ലയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുമൊക്കെ വന്നു എന്നാണ്. കല്യാണത്തിൻ്റെ അന്ന് പുതിയാപ്ല വന്നു, പുതിയണ്ണ് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം. അല്ലാതെ അവരൊറ്റയ്ക്ക് വന്നു എന്നല്ല. പക്ഷേ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആള്, ആ വന്ന കൂട്ടത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആള് പുതിയാപ്ലയാണ്, അല്ലെങ്കിൽ പുതിയവണ്ണാണ്. അതുകൊണ്ട് അത് വന്നു എന്ന് പറയും. എന്നതുപോലെ ഖുർആനിൽ ധാരാളം നമസ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ വർക്കഉ വസ്ജുദു, സുജൂദ് ചെയ്യൂ, റുകൂഅ് ചെയ്യൂ, വർക്കഉ മഅർ റാക്കിഈൻ, കുനിയുന്നവരോടൊപ്പം കുനിയൂ, വസ്ജുദി ലി റബ്ബിക്ക്, നിന്റെ റബ്ബിന് സുജൂദ് ചെയ്യൂ. ഇങ്ങനെ അതുപോലെ വസ്ജുദ് വഖ്തരിബ്, സുജൂദ് ചെയ്യൂ, അല്ലാഹുവുമായിട്ട് അടുക്കൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് സുജൂദ്, റുകൂഅ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമസ്കാരത്തിൽ സുജൂദും റുകൂഉം ഒക്കെ വളരെ പ്രധാനമാണ്. എന്നതുപോലെ ഖുർആൻ പാരായണവും പ്രധാനമാണ്. അതുകൊണ്ടാണ് രാവിലത്തെ ഖുർആൻ പാരായണം പ്രാധാന്യപൂർവ്വം വരാനാണ് സുബഹി നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫദ്ല് അല്ലാഹു തആല തന്നെ പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, പ്രഭാതത്തിലെ ഖുർആൻ പാരായണം സാക്ഷി നിൽക്കപ്പെടുന്നതാണ്. ഹദീസിൽ വന്ന അതിൻ്റെ വിശദീകരണം പിന്നെ പകലിൻ്റെ മലക്കുകളും അതുപോലെ രാത്രിയുടെ മലക്കുകളും ഒന്നിച്ചുണ്ടാകുന്ന നമസ്കാരമാണ് എന്നാണ്. ഒന്നിച്ചുണ്ടാകുന്ന നമസ്കാരം സുബഹി മാത്രമല്ല, അത് പിന്നെ അസറു കൂടി അങ്ങനെ വന്നത് സഹിയായ ഹദീസിലുണ്ട്. അസറിനും ഉണ്ടാകും തിരിച്ച് മലക്കുകൾ ഡ്യൂട്ടി മാറുന്ന സമയം എന്ന നിലക്ക്. അപ്പോൾ അതൊരു കാരണമാണ്. ഇമാം റാസിയെ പോലുള്ളവർ പറയുന്നത് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്ത് സുബഹി നമസ്കരിക്കാനും സുബഹി ജമാഅത്തായി നമസ്കരിക്കുവാനുമുള്ള പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് മഷ്ഹൂദ എന്ന് പറഞ്ഞത് എന്നാണ്. ധാരാളം ആളുകൾ വരും, ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ മരണത്തിൻ്റെ ശേഷം സാക്ഷികളെ വയൗമ യഖൂമുൽ അഷ്ഹാദ്, അതുപോലെ പിന്നെ അല്ലാഹു തആലയിലേക്ക് നയിക്കപ്പെടും, വശാഹിദിൻ വ മഷ്ഹൂദ്, സാക്ഷി നിൽക്കപ്പെടുന്നവനെയുമായിട്ട് മഹ്ശറയിലേക്ക് നയിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. എന്നതുപോലെ ഉറക്കമാകുന്ന അർദ്ധമരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അള്ളാഹുവിലേക്ക് ഹൃദയ സാന്നിധ്യം തശഹുദ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് മഷ്ഹൂദ് എന്ന് ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇങ്ങനെ സുബഹി നമസ്കാരത്തിൻ്റെ ഫദ്ല് പ്രത്യേകം എടുത്തു പറഞ്ഞു. അങ്ങനെ ഈ ഒരായത്തിൽ അഞ്ച് നമസ്കാരങ്ങളും ഒരു പരാമർശത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. ഖുർആനിൽ 5 നമസ്കാരമുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കലുണ്ട്. പിന്നെ ഖുർആനിൽ നമസ്കാരത്തിൻ്റെ വക്ത് കൃത്യമായി പറയുകയല്ല ചെയ്തിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ അതിലേക്കുള്ള സൂചന, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലും അതുപോലെ മറ്റ് ആയത്തുകളിലും കാണാം. ഇതിൽ പിന്നെ എന്തായാലും ദുലൂക്കി ഷംസി ഇലാ ഖസഖിൽ ലൈലി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പല തെറ്റലുകൾ ഉണ്ടല്ലോ. എന്തായാലും അത് പിന്നെ രണ്ടാകാൻ കഴിയില്ല. കാരണം മധ്യത്തിൽ നിന്ന് തെറ്റുന്നു, അതുപോലെ തന്നെ വീണ്ടും അസ്തമയത്തിലേക്ക് വീണ്ടും ചായുന്നു, പിന്നെ അസ്തമിക്കുന്നു. ഇതൊക്കെ സൂര്യൻ്റെ ഓരോ നീക്കങ്ങളാണ്. പിന്നെ അതിൽ ഇശാ ഉണ്ടോ എന്ന് മാത്രമേ ഒരാൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. അതിനാണ് ഇലാ ഖസഖിൽ ലൈലി,
ആ സൂര്യൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള നമസ്കാരം രാത്രി മൂടുന്നത് വരെ സംഭവിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത്. അപ്പം 4 ആകാതെ തരമില്ല. സൂറത്ത് ഹൂദിലെ ആയത്തിൽ വഖിമിസ് സ്വലാത്ത തർഫൈൻ നഹാരി വ സുലഫം മിനൽ ലൈലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരു ശൈലിയിലാണത്. തർഫൈൻ നഹാരി, പകലിൻ്റെ 2 തറഫുകളിൽ, വ സുലഫൻ മിനൽ ലൈലി, രാത്രിയുടെ വിവിധ ഘട്ടങ്ങളിലും. സുൽഫത്തുൻ ജമ്മു സുലഫ്. അറബിയിൽ ബഹുവചനം പറഞ്ഞാൽ മിനിമം 3 എണ്ണം ഉണ്ടാകും. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. മലയാളത്തിൽ നമ്മൾ അവൻ എന്ന് പറഞ്ഞാൽ ഒരാളായിരിക്കും, അവർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുണ്ടാകും. അത് ചിലപ്പോൾ 2 ആളാകാം. പക്ഷെ അറബിയിൽ അവർ, ഹും, ഹുവ അവൻ, ഹുമാ അവർ 2 ആളും, ഹും അവർ. അവർ എന്ന് പറഞ്ഞാൽ ബഹുവചനമായിട്ട് പറഞ്ഞാൽ മിനിമം 3 എണ്ണം ഉണ്ടാകും. എന്നതുപോലെ സുലഫൻ എന്ന് പറഞ്ഞാൽ 3 സുൽഫത്തിൽ എന്നാണ്, മിനിമം 3 സുൽഫത്തിൽ. അപ്പം രാത്രിയുടെ 2 തറഫിലും പകലിൻ്റെ 3 സുൽഫത്തിലും. എന്താണ് ഈ പറയുന്നത്? പകലിൻ്റെ 2 തറഫ് നമ്മൾ സൂറത്ത് ഹൂദ് എടുത്താന്ന് വിശദീകരിച്ചതാണ് സംഭവം. പിന്നെ പകലിൻ്റെ തറഫുകൾ പലതുണ്ട്. സൂര്യ ഉദയം ഒരു തറഫാണ്, സൂര്യൻ നട്ടുച്ചയിൽ എത്തൽ മറ്റൊരു തറഫാണ്, അതുപോലെ അസ്തമയത്തിലേക്ക് ചായൽ മറ്റൊരു തറഫാണ്. അതിൽ 1-ാമത്തെ തറഫിൽ നമസ്കാരമില്ല. ഉച്ചയ്ക്കും അതുപോലെ തന്നെ പിന്നെ അസ്തമയത്തിലേക്ക് ചായുന്ന തറഫിലും നമസ്കാരമുണ്ട്. പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിൻ്റെ ശേഷവും സൂര്യോദയത്തിൻ്റെ മുമ്പുമുള്ളതാണല്ലോ രാത്രി എന്നത് പറയുന്നത്. അതിൽ 3 എണ്ണമുണ്ട്. സൂര്യൻ അസ്തമിച്ച ഉടനെ 1, അസ്തമിച്ച് ഇരുട്ട് കട്ടിയാകുമ്പോൾ 2, ഉദിക്കുന്നതിൻ്റെ മുമ്പ് രാത്രിയുടെ അവസാന ഭാഗത്ത് 1, അങ്ങനെ 3, 3ഉം 2ഉം 5. ഇങ്ങനെ ഖുർആനിൽ 5 നമസ്കാരമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ആദ്യഘട്ടത്തിലൊക്കെ ആളുകൾ അത് പറയുകയും മുസ്ലിങ്ങൾ അതിന് മറുപടി പറയാൻ വിയർക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത്തരം മറുപടികളൊക്കെ ഖുർആൻ കൊണ്ട് തന്നെ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനം തന്നെ ഇല്ല, അതൊരു മാനസികാവസ്ഥയാണ് എന്നൊക്കെ പറയുന്നതാണ്. അത് ഖുർആനിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, ഹദീസ് അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവരിതൊന്നും പറയേണ്ടതില്ല. ഇതൊന്നും പറയാതിരുന്നാൽ തന്നെ മതി. അത് ഖുർആനിൻ്റെ തന്നെ നിഷേധികളാണല്ലോ ഹദീസ് നിഷേധികൾ. അതുകൊണ്ട് തന്നെ മുത്തവാത്തിറായിട്ട് വളരെ വളരെ പ്രബലമായി തെറ്റ് അല്ലെങ്കിൽ നുണ കടന്നുകൂടാൻ കഴിയാത്ത വിധം പരക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ് ഇസ്ലാമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന് പറയുന്നത്. അതിന് വേറെ തെളിവ് ഇനി 5 നേരത്തിന് വേണം ചോദിക്കുന്നത് തന്നെ ഒരു വിവരക്കേടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഈ ആയത്തിലും അത് 5 വ്യക്തമാകുന്ന തരത്തിൽ പരാമർശിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ സമയം അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അത് അദ്ദേഹം കാട്ടിത്തരികയും ഇത്രയും കാലമായി അത് തുടർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് പറയുന്നത് എന്തിനാണ്? അത് മുകളിൽ പറഞ്ഞ സംഭവമായി പിശാചിൻ്റെ കുതന്ത്രങ്ങൾ, അല്ലെങ്കിൽ എതിരാളികളുടെ തന്ത്രങ്ങൾ താങ്കളെ ഇവിടുന്ന് പുറത്താക്കാൻ മാത്രമായിരിക്കുന്നു. അതുപോലെ അതിൻ്റെ മുമ്പ് പറഞ്ഞത് താങ്കൾ പതറാൻ മാത്രമായിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് വേണം? അഖിമിസ് സ്വലാത്ത, പിടിച്ചു നിൽക്കണം നമസ്കാരത്തിൽ എന്നർത്ഥത്തിലാണ്. ബാക്കി ഇത് പറയുന്നത് തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ്. അതും അത് തന്നെയാണ്. നമസ്കാരം അല്ലാഹു തആല പറയുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ പ്രതിസന്ധികളുടെ മുമ്പിൽ ഉറപ്പിച്ചു നിർത്താൻ, പതറാതിരിക്കാൻ നമസ്കാരം പറയുന്നത് വേറെയും കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് മൂസ അലൈഹി സ്വലാമിനെയും ഹാറൂൻ അലൈഹി സ്വലാമിനെയും കൂടി ഫിറൗനിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നിടത്ത് പിന്നെ വലാ തനിയ ഫീ ദിക്രി, എന്നെ ഓർക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നുണ്ട് പിന്നെ അഖിമിസ് സ്വലാത്ത ലിദിക്രി, ഫിറൗനെ കാണാൻ പോകുമ്പോൾ എന്നെക്കുറിച്ചുള്ള ബോധം നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുക. ഇങ്ങനെ നമസ്കാരം എന്തിനാണ്, എവിടെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദ്റാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.